പ്രൈസ് ലോർഡ്. ഇന്ന് പ്രഭാതത്തിലെ തിരുവചന ധ്യാനം കൊണ്ട് നമുക്ക് കർത്താവിനോട് ഒന്നുകൂടെ അടുത്ത് ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മുതൽക്കൂട്ടാണ്, സൗഭാഗ്യമാണ്. എന്നാൽ ചോദിക്കും, നമ്മൾ കർത്താവിനോട് അടുത്തവരല്ലേ? തീർച്ചയായിട്ടും അടുത്തവരാണ്. ഇല്ല, നമ്മൾക്ക് ഒന്നുകൂടെ കർത്താവിനോട് അടുക്കുവാൻ സാധ്യമാകണം. ഒരുപാട് അടുക്കും തോറും നമ്മുടെ ജീവിതത്തിൽ സമാധാനം പെരുകി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹോരേബ് പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ദൈവം വെളിപ്പെട്ടു. കത്തിയെരിയുന്ന മുൾപ്പടർപ്പ്. ഈ മുൾപ്പടർപ്പൊന്നും ചാമ്പലാകുന്നില്ല, എന്നാൽ അഗ്നിജ്വാല അവിടെ ജ്വലിച്ചു നിൽക്കുന്നു. മോശയ്ക്ക് അത്ഭുതമായി. എന്തെന്ന് കാണുവാൻ മോശ ഓടി ആ തീയുടെ അടുത്തേക്ക് ചെല്ലുവാൻ ഭാവിച്ചു. പെട്ടെന്ന് ഇടിമുഴക്കം പോലൊരു ശബ്ദം, അരുത്, ഇങ്ങോട്ട് അടുത്തു വരരുത്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ കേൾക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളകാം. അപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു പർട്ടിക്കുലർ അളവ് വരെ മാത്രമേ മനുഷ്യജാതിക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ ആ മനുഷ്യനും ദൈവവുമായിട്ടുള്ളതായ ആ അകലം ഒരളവ് വരെ മനുഷ്യനെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നില്ല. എന്നാൽ മനുഷ്യൻ അന്യനുമായി പോയതായ മനുഷ്യനെ ദൈവത്തോട് ചേർത്തണയ്ക്കുവാൻ, മനുഷ്യൻ്റെ അടുത്തേക്ക് ദൈവത്തിന് ചെന്നേ പറ്റുള്ളൂ. അങ്ങനെ തൻ്റെ പുത്രനിൽ കൂടെ ആ ദൗത്യം മനസ്സിലാക്കിയാണ് നാം ഓരോരുത്തരും ദൈവമക്കളാകുവാൻ നമുക്ക് അധികാരം ലഭിച്ചത്. യേശു ഈ ഭൂമിയിൽ വന്ന് കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് വന്നിരിക്കുന്നു. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. ശിശുക്കളെ എൻ്റെ അടുത്ത് കൊണ്ടുവരുവീൻ. രോഗികളും ബലഹീനരും മരിച്ചവരും ബലഹീനരായിട്ടുള്ളവരും അകൃത്യവും ഭാരങ്ങളും ശാപങ്ങളും ഏറി നടക്കുന്ന ജീവിതങ്ങളെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. അതൊരു അതിശയകരമായ വിളംബരമായിരുന്നു. ലോകം കേൾക്കാൻ കൊതിച്ചിരുന്ന വിളംബരം. അത് ദൈവപുത്രനിൽ കൂടെ ഈ ഭൂമിയിൽ മുഴക്കപ്പെട്ടപ്പോൾ ഈ ഭൂമിയുടെ ആവരണത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഈ ഭൂമിയുടെ സൗരയൂഥത്തിൻ്റെ ചലനങ്ങൾ വ്യത്യാസപ്പെട്ടു. അതിൻ്റെ ചലനത്തിനും അതിൻ്റെ ചുറ്റലിനും ഒരന്ത്യമുണ്ട് എന്ന് കുറിക്കപ്പെട്ടു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്തോട്ട് നമ്മളൊന്ന് ചെല്ലുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് കഴിയട്ടെ. ആദ്യം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ചെന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദാസന്മാരെ പോലെ. ഗുരു, റബി എന്നുള്ളതായ വിളി. കർത്താവിനെ അവർ വിളിച്ചിരുന്നത് ഗുരു, അവരുടെ ഉപദേഷ്ടാവ്, ഇല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനിയായ അധ്യാപകൻ, അവരെ നല്ല നീതിക്ക് നടത്തുന്നവൻ, സ്വർഗീയമായ പാതകളെക്കുറിച്ച് ഉപദേശിക്കുന്നവൻ. ഇങ്ങനെയൊക്കെയുള്ള തസ്തികയിൽ മാത്രമേ യേശുവിനെ കണ്ടുള്ളൂ. ഏതാണ്ട് ദാസന്മാരെ പോലെ ശിഷ്യന്മാർ അവൻ്റെ സന്നിധിയിൽ ആയിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ കർത്താവ് ആ തസ്തികയ്ക്കൊരു വ്യത്യാസം വരുത്തി. എന്നാണെന്നറിയാമോ? കർത്താവ് പറയാണ്, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. ദാസൻ തൻ്റെ യജമാനൻ ചെയ്യുന്നത് ഒന്നും അറിയുന്നില്ലല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ സുഹൃത്തുക്കൾ എന്ന് വിളിച്ചിരിക്കുന്നു. എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ കേട്ടതൊക്കെയും നിങ്ങളെ അറിയിക്കുവാൻ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകും. അപ്പോൾ പെട്ടെന്ന് ശിഷ്യന്മാരുടെ തസ്തികയ്ക്കൊരു പ്രമോഷൻസ്. അവർ ദാസന്മാരായി യേശുവിനോടൊപ്പം ചേർന്നു. ദൈവത്തിന് പ്രസാദം തോന്നി. അവരെ പെട്ടെന്ന് കൂട്ടുകാരാക്കി ദൈവം മാറ്റി. തമ്മിൽ കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ളൊരു സ്വാതന്ത്ര്യം. എന്നാൽ ഈ കൂട്ടുകാരെന്നുള്ളതായ തസ്തിക അധികം നാൾ നീണ്ടു നിന്നില്ല. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം വീണ്ടും
അവരുടെ തസ്തിക മാറ്റി. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ളതായ ഒരു സംഭവം തിരിച്ചറിഞ്ഞ മഗ്ദലക്കാരത്തി മറിയയ്ക്കും മറ്റേ മറിയയ്ക്കും യേശുവിൻ്റെ അമ്മ മറിയയ്ക്കും കല്ലറയിൽ ചെന്നവർക്കും എല്ലാവർക്കും പെട്ടെന്നൊരു അരുളപ്പാടുണ്ടായി. നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകുവാൻ അറിയിപ്പീൻ, അവിടെ അവർ എന്നെ കാണും. അപ്പോൾ കൂട്ടുകാർ പെട്ടെന്ന് സഹോദരന്മാരായി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടതായ, നേരിൽ കണ്ട് വിശ്വസിച്ചതായ ആ സഹോദരന്മാരെ പെട്ടെന്ന് അവരുടെ തസ്തിക കുറച്ച് ദിവസത്തിനകം കർത്താവ് മാറ്റി. അവർ കടലിൽ അധ്വാനിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് പ്രത്യക്ഷനായി അവരോട് വിളിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവിടെ കർത്താവിൻ്റെ ചോദ്യം, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചതായ വരങ്ങളൊക്കെയും അവകാശങ്ങളൊക്കെയും എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ പറയാൻ പറഞ്ഞതൊക്കെയും നിങ്ങൾ ആധികാരികമായി നിങ്ങളത് ഉപയോഗിച്ചുവോ? നിങ്ങളുടെ അധ്വാനത്തിൽ എന്ത് കിട്ടി? നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കുന്നുണ്ടോ? ഉപജീവനത്തിനുള്ള വഴി നിനക്ക് മുടങ്ങുന്നുവോ, ലഭിക്കുന്നുവോ? വലതുവശത്തുള്ളതായ പെരുത്ത മീൻകൂട്ടത്തെ കാണുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചുവോ? അവിടെ കർത്താവ് അവരെ വിളിക്കുന്നു, കുഞ്ഞുങ്ങളെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വീണ്ടും ഒരു തസ്തിക മാറ്റിയുള്ള ഒരു പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ കർത്താവിനായി കാത്തിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം എന്താകും, എങ്ങനെയായിത്തീരും എന്ന് ഇതുവരെയും അറിവായിട്ടില്ല. എന്നാൽ ഒന്ന് നമ്മൾ അറിയുന്നു, അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവനെ പോലെയാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിനെ പോലെ നമ്മളെ മാറ്റി പ്രത്യക്ഷപ്പെടുന്നതായ പ്രത്യക്ഷത കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് മരിച്ചവരെയും ഉറങ്ങിയവരെയും അവനായി കാത്തിരിക്കുന്നവരെയും കൂട്ടിച്ചേർക്കുന്ന അവസ്ഥ, തന്നെപ്പോലെ അവരെ രൂപാന്തരപ്പെടുത്തുന്നു. അവനെ പോലെയുള്ളവ ഒരു കൂട്ടം ജനത്തെ കർത്താവ് സൃഷ്ടിക്കുന്നു. അവൻ ഗുരുവായി വന്നു, അതിനുശേഷം അവൻ കൂട്ടുകാരനായി വന്നു, അതിനുശേഷം അവൻ സഹോദരനായി വന്നു, അതിനുശേഷം അവൻ പിതാവായി വന്നു. ഇവിടെ ഇതാ നമ്മെ പോലെ, നമ്മിൽ ഒരുവനെ പോലെ ഇതാ ആയിരിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെയാണ് ആദിയെങ്കിൽ ദൈവം പറഞ്ഞതായ വാക്കിൻ്റെ യഥാർത്ഥമായ സഫലീകരണം. ഇവർ നമ്മിൽ ഒരുവനെ പോലെ ആകാതിരിക്കേണ്ടതിന് ഏത് അവിടെ തടങ്ങൽ വെച്ചുവോ, ക്രിസ്തുയേശുവിൽ ആ തടസ്സം മാറ്റി നമ്മിൽ ഒരുവനെ പോലെ മനുഷ്യജാതിയെയാക്കുന്ന ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നാം യേശുവിനോട് കൂടെ നടക്കുമ്പോൾ, യേശുവിനോട് സംസാരിക്കുമ്പോൾ, യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇതിൽ ഏത് തസ്തികയിലാണ്? കർത്താവിനെ നിങ്ങൾ ആരായിട്ട് കാണുന്നു? പെട്ടെന്ന് ചാടിക്കേറി നിങ്ങൾ എൻ്റെ പിതാവാണെന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല. കാരണം ശിഷ്യന്മാർ ഇത്രയും തസ്തികകളിൽ കൂടെ കയറി ഇറങ്ങി വന്നു. അവൻ ഗുരുവായിരുന്നു, അവൻ കൂട്ടുകാരനായിരുന്നു, അവൻ സഹോദരനായിരുന്നു, അവൻ പിതാവായിരുന്നു. ഓരോ സമയത്തും താൻ കൊടുക്കുന്നതായ തസ്തികകളിൽ ചില അധികാരങ്ങളും ഉണ്ടായിരുന്നു. ആ ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ദാസന്മാരിൽ നിന്ന് ഒരു കൂട്ടുകാരനായി മാറിയപ്പോൾ എല്ലാം തുറന്നു പറയുവാനുള്ള ഒരു അവകാശം. ആ കൂട്ടുകാരിൽ നിന്ന് സഹോദരനായി മാറിയപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആ യഥാർത്ഥ സംഭവത്തെ, രൂപത്തെ കണ്ട് മനസ്സിലാക്കുവാനുള്ള ഒരു ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടു. അവരുടെ കണ്ണുകൾ പ്രകാശിപ്പിച്ചു. അവരുടെ കണ്ണുകളിലെ മറ മാറ്റി.
തിരിച്ചറിയുവാനുള്ള, വചനങ്ങളെ ഗ്രഹിക്കുവാനുള്ള ഒരു ബോധം അവരിലുണ്ടായി. അവരുടെ ബുദ്ധിയെ തുറന്നു. അതിനുശേഷം ദൈവത്തിന് കൊടുത്തതായ അവകാശങ്ങളെയും അവൻ്റെ നാമത്തിൽ ഇന്നു മുതൽ നിങ്ങൾ എന്നോട് അപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞതായ ആ വചനത്തെ മുറുകെ പിടിക്കുന്നുവോ? അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായ പ്രതിഫലനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ എന്ന് കാണിക്കുവാൻ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, അപ്പൻ മക്കളോട് കരുണ തോന്നുന്നതുപോലെ കരുണയുടെ സ്വരവുമായി കർത്താവ് വെളിപ്പെട്ടു. എന്നാൽ ഇനിയും വെളിപ്പെടുവാനുള്ളത്, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഒരിക്കൽ മോശയോട് പറഞ്ഞത് ഇങ്ങോട്ട് അടുക്കരുതെന്ന് പറഞ്ഞതായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ മനുഷ്യജാതിയെ തന്നോടൊപ്പം അടുപ്പിച്ച് അവൻ്റെ നാമത്തിൽ അപേക്ഷിക്കാനുള്ള ഒരു അവകാശം. ഈ സമയത്ത് ഹെസ്കേൽ പ്രവചനം 46-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം കൂടെ വായിച്ചിട്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രഭു തൻ്റെ പുത്രന്മാരിൽ ഒരുത്തൻ ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് അവൻ്റെ അവകാശമായി അവൻ്റെ പുത്രന്മാർക്കുള്ളതായിരിക്കണം. അത് അവർക്ക് അവകാശമായി അവരുടെ കൈവശം തന്നെ ഇരിക്കണം. അതാണ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചത്. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? നിനക്ക് അവകാശമായി തന്ന് നിൻ്റെ ജീവിതത്തിൽ ആവശ്യമായതൊക്കെയും നിനക്ക് നേടിയെടുക്കുവാൻ, നിൻ്റെ സങ്കടങ്ങളെ പറയുവാൻ നിനക്കൊരവകാശം തന്നു. പുത്രനെങ്കിലോ നീ അവകാശിയുമാകും. നിൻ്റെ പുത്രത്വം എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് തുല്യമായിട്ടാണ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് ചോദിച്ചത്. കൂട്ടുവാൻ വല്ലതുമുണ്ടോ കുഞ്ഞുങ്ങളെ? ഇന്നലെ വരെയും അതിന് തൊട്ട് മുമ്പ് വരെയും സഹോദരന്മാരിൽ നിന്ന് വിളിച്ചതായ കർത്താവ് പെട്ടെന്ന് ഒരപ്പൻ്റെ സ്വരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തോട് അടുക്കും തോറും സമാധാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു, പ്രത്യാശ കടന്നു വരുന്നു. ഓരോ തസ്തികയിൽ നാം ഏത് തസ്തികയിലാണ് കർത്താവുമായി ബന്ധപ്പെടുന്നത്? ഇപ്പോഴും നീ ഒരു ദാസനെ പോലെ ഇരിക്കുകയാണ്, അതോ ആ ദാസൻ്റെ അവസ്ഥ വിട്ടിട്ട് ഒരു സ്നേഹിതനെ പോലെ കർത്താവിനോട് എല്ലാം തുറന്നു പറയുവാൻ നിനക്ക് പ്രാപ്തിയായോ? അങ്ങനെ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുത്തതായ തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പുത്രത്വം കൊടുത്ത ആ പുത്രത്വത്തിൽ കൂടെ നിനക്ക് നിൻ്റെ അവകാശങ്ങളെ സ്ഥിരമായി അത് കൈവശമാക്കാനുള്ളൊരു അധികാരം ലഭിച്ചുവോ? എങ്കിൽ നിൻ്റെ ആവശ്യങ്ങളുടെ മുഖത്ത് നീ കണ്ണുനീരൊഴുക്കുന്നതെന്ത്? കൂട്ടുവാൻ ഒന്നുമില്ല, രാത്രി മുഴുവനും പ്രയത്നിച്ചു, നിൻ്റെ കയ്യിൽ ഒന്നുമില്ലാതായി പോയതിൻ്റെ കാരണം നിൻ്റെ അവകാശത്തെ നീ എവിടെയോ തള്ളിക്കളഞ്ഞു, മറന്നു കളഞ്ഞു. അവൻ്റെ നാമത്തിൽ നിങ്ങൾ ഇന്നു മുതൽ എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ആവശ്യമായതൊക്കെയും അവൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കാനുള്ള ഒരു അധികാരവും അവകാശവും തന്നു. നാം ചോദിക്കുന്ന അവസ്ഥയിൽ, ചോദിക്കുന്ന സമയത്ത് നാം ഏത് തസ്തികയിൽ നിന്ന് ചോദിക്കുന്നുവോ അതിൻ്റെ യഥാർത്ഥമായ പ്രതിഫലനം നമ്മുടെ പ്രാർത്ഥനയിലും ആ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന ഉത്തരങ്ങളിലും അത് പ്രത്യക്ഷപ്പെടും. ദൈവം ക്രിസ്തുവിനോട്, കർത്താവിനോട്, നമ്മുടെ സ്നേഹിതനോട്, നമ്മുടെ അപ്പനോട് കൂടുതൽ നമ്മെ അടുപ്പിക്കുവാൻ ഈ പ്രഭാതത്തിലെ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.